ഇത്രയും നല്ലൊരു ക്ലാസ് രാവിലെ 9 മുതൽ ഞാൻ ഇവിടെ 8:45 നിങ്ങളുടെ ടീച്ചേഴ്സാണ് കുറച്ചുകൂടെ വൈകിപ്പോയത്. ഇത്ര വരെ നമുക്ക് തന്ന നല്ലൊരു അഡ്വൈസ്, ക്ലാസ് മാത്രമല്ല നല്ലൊരു അഡ്വൈസും കൂടിയാണ്. നിങ്ങൾക്ക് അക്കാഡമിക്കലി നല്ല ഒരു അഡ്വൈസും ക്ലാസ്സുമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിന് മാമിന് എത്രയും താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും അത് ഇനിയും നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും ഇത് നല്ലൊരു ക്ലാസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെ ഈ ക്ലാസ്സിനെ പറ്റി ആലോചിച്ചപ്പോഴും എനിക്ക് ചെറിയൊരു തലവേദനയിലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു ഫുൾ ഡേ ക്ലാസ് അല്ലേ, അപ്പോഴേക്കും എങ്ങനെയായിരിക്കും തലവേദന കൂടുതലാവുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ എത്തി മാഡത്തിന്റെ ക്ലാസ് കുറച്ച് സമയം കേട്ട് അതിൽ ഇൻവോൾവ് ആയി നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അപ്പൊ അത് ആ തലവേദനയൊക്കെ അങ്ങനെയാകുമ്പോൾ പോയി. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതേ ഇല്ല. വളരെ നല്ല ക്ലാസ്സായിരുന്നു മാഡത്തിനത്. കുറേ കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റിലും എങ്ങനെ ആർട്ട് ഇന്റഗ്രേറ്റഡ് ആക്കി മാറ്റാം എന്നുള്ളത് മാഡം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ മാഡം ഒരു ബ്യൂട്ടിഫുൾ സിംഗറും കൂടിയാണ്. സിംഗിങ്ങിലൂടെയാണ് നമ്മളെല്ലാം കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നത്. സോ വി ആർ വെരി വെരി താങ്ക്ഫുൾ ടു യു മാഡം. ഇനിയും ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും, ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കൂടുതൽ നോളജ് നമ്മൾ അറ്റൈൻ ചെയ്യാനും ഇനി കൂടുതൽ റിസോഴ്സസ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഓർമ്മപ്പെടുത്തുകയായിരുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് മാഡം. ആദ്യമേ ഇവിടെ പറഞ്ഞായിരുന്നു. കാരണം ഇന്നലെ മുതൽ ഞാൻ യോഗയുടെ ഒരു ഒഫീഷ്യൽ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോയിരുന്നു. അപ്പൊ പോയി എടുക്കുന്ന 3 days ക്യാമ്പാണ്. ആ 3 days എന്തായാലും അവിടെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴെന്തോ CBSEയുടെ ക്ലാസ് ആണെന്നൊക്കെ മാഡം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മിസ്സാക്കരുത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എന്തായാലും ലീവ് വാങ്ങിച്ചിട്ട് നാളെ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്നുള്ള ആ ഒരു വാശിയിൽ വന്നപ്പോഴും എന്റെ മൈൻഡ് എന്താ പറയുന്നത്, അവിടെ ഇവിടെ രണ്ടിടത്തും തന്നെയായിരുന്നു അത്രയും സമയമൊക്കെ. പക്ഷെ മാഡത്തിന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതലേ അത് ശരിക്കും ഞാൻ എന്താ പറയാ, എന്തായാലും വന്നത് നന്നായി. വന്നില്ലെങ്കിൽ ശരിക്കും എന്താ പറഞ്ഞാൽ ആര് പറഞ്ഞു തന്നാലും നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലല്ലോ, ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു സംഭവം. അപ്പൊ എന്താ പറയാ, ഞാൻ മാഡത്തോടും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ ക്ലാസ്സിൽ വന്നതാണ്. അപ്പൊ അത് ശരിക്കും എന്താ പറയാ, അത് മിസ്സാക്കി ഇവിടെ വന്നത് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരുപാട് ടാലൻസ് ഉണ്ട്, പക്ഷെ അതാരും നമ്മൾ പുറത്തെടുക്കുന്നില്ല. ഇന്ന് മാഡം നമ്മുടെ എല്ലാവരുടെ ടാലൻസും പുറത്തെടുപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു. താങ്ക് യു സോ മച്ച് മാം. Good evening, dear Geeta ma'am, and my dear colleagues, Jayashree madam, Mary ma'am. It was a very pleasant experience to attend such a very active class where all of us, each and every one of us, were involved, and that you actively involved. And I was always a person who inhibited to dance. So I was even trying that today. So it was a great experience. I was always nervous to dance, and that gave me a very beautiful experience that is on a personal level. So after many number of years, I was dancing on a stage. So that was a very wonderful experience, and from that I could understand that we can slowly involve our students through a method of teaching to break their inhibitions too. There are many students who hesitate to come forward, to talk in front of stage, to get involved in such activities. So if we give an effort like this, if we take an effort like this, maybe we can create a difference in our students in a very different level. Not only an academic level, but also there is an improvement of personality, improvement of their attitude towards things. So everything, we can touch them in a different level, and we can remain in the minds of students forever. It was a real eye-opener. Thank you very much, ma'am. Thank you.
ഷീബ മിസ് പറഞ്ഞ പോലെ 2 ദിവസം പനിച്ച് കിടന്ന് വളരെ ദയനീയാവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ മാം പറഞ്ഞു എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ മിസ്സായി പോകുന്നു വിചാരിക്കുന്നു. മാം തന്നെ ചോദിച്ചു എന്താ എന്റെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടാത്ത പോലെ മിസ് ചെയ്ത് മാം ചോദിച്ചു. ഞാൻ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ വളരെ പോസിറ്റീവായി മാറി. വന്ന സമയത്ത് ഭയങ്കര ടയേർഡായിരുന്നു. വളരെ ആക്റ്റീവാക്കാൻ പറ്റും മാഡത്തിന്. പിന്നെ കുറെ കാലത്തിന് ശേഷം സ്റ്റേജിൽ കയറാനൊരു അവസരം തന്നു. പിന്നെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏകദേശം ഒരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്. സൂപ്പർ ക്ലാസ് ആയിരുന്നു, സമയം പോയത് അറിയില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. താങ്ക് യു സോ മച്ച് മാം. വളരെയധികം താങ്ക്സ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരു ക്ലാസ്സും ഇപ്പൊ ഈ സമയം ഇരുന്ന് ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോഴും അതിന്റെ ലഞ്ച് ബ്രേക്ക് ടൈമാണ്. വീട്ടിൽ കുടികളിൽ പോയിട്ടാണ് പെട്ടെന്ന് തിരിച്ചു വന്നത്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നോ അതായത് മാഡത്തിന്റെ ക്ലാസ് അത്രയും ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിച്ചിട്ട് ക്ലാസ് എടുക്കുക എന്നതാണ്. നമ്മളിപ്പോൾ കുട്ടികളായിരുന്നു, നമ്മുടെ മാഡത്തിന്റെ ക്ലാസ് കുട്ടികളായിരുന്നു. ഓരോ കുട്ടികളെയും നമ്മൾ പഠിച്ചിട്ട് ക്ലാസ് എടുക്കുക എന്നാണ് ടീച്ചർ ഏറ്റവും ബെസ്റ്റ് ടീച്ചറിന്റെ ക്വാളിറ്റി. അപ്പോൾ മാം ഓരോ ടീച്ചേഴ്സ് ഓരോ കുട്ടികളെ പോലെ ഒബ്സർവ് ചെയ്തിട്ട് ഏത് ആ കുട്ടിയാണ് അല്ലെങ്കിൽ ഏത് സാറാണ് ഉറങ്ങുന്നത്, പ്രത്യേകിച്ച് ഡ്രോയിങ് സാർ ഡ്രോയിങ് സാർ അറ്റൻഡ് ചെയ്തിട്ട് മാഡം ഫുൾ ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളെ പഠിച്ചിട്ടാണ് ക്ലാസ് വരുന്നത്, ക്ലാസ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് രാവിലെ 9 മണി തുടങ്ങിയിട്ടും ഈ വൈകുന്നേരം ആയിട്ടും നമ്മുടെ മിസ്സിന്റെ മാഡത്തിന്റെ ക്ലാസ് നമുക്ക് ബോറടിച്ചില്ല. അതാണ് മെയിൻ. നമ്മള് ബോറടിക്കാത്ത രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റിയ അത് തന്നെയാണ് മാമിന്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ മാമിന്റെ ഏജ് 60 വയസ്സെന്ന് മാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും ചെറിയ 10-24 വയസ്സിലൊരു ടീച്ചർ എന്ന ക്ലാസ് വരുന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അത്രയും നല്ല പവർഫുള്ളായ വോയിസ്, നല്ല പാട്ടുകാരിയാണ്. നല്ലൊരു വോയിസ് കിട്ടിയ നല്ലൊരു പാട്ടുകാരി ആവാനുള്ള അവസരം ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് നഷ്ടപ്പെടുത്തിയത് വലിയ ദുഃഖമുണ്ട്. എല്ലാവിധ ആശംസകളും മാമിന്. 100 അല്ല 200 കുട്ടികളായാലും അല്ലെങ്കിൽ 500 കുട്ടികളായാലും ക്ലാസ് എടുക്കാനുള്ള കപ്പാസിറ്റിയും പവർഫുള്ളായ ഒരു വോയിസും മാമിനുണ്ട്. എല്ലാവരും ആശംസകളും. ഇനിയും ഒരു 100 വയസ്സ് വരെ ഇതേപോലെ ക്ലാസ് എടുക്കാൻ മാമിനെ സാധിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു. Respected Leela, Mary Miss and Jayashree and my dear colleagues, it's my privilege to propose a vote of thanks on this occasion. Thank you, Geeta ma'am, for your inspiring presence and invaluable contributions to our teachers training program. Your insights on joyful learning have left us with a renewed sense of purpose and enthusiasm. To my fellow teachers, I am grateful for your active participation and willingness to embrace the new ideas. Together we have learned, grown and formed meaningful connections. As we conclude this program, I urge you to carry the spirit of joyful learning forward, creating a ripple effect that transforms classrooms, schools and communities. Thank you once again, Geeta ma'am, for being our guiding light. We are grateful for your wisdom, encouragement and belief in our potential. Thank you, ma'am.